ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതുവരെ ISL ഈസ്റ്റ് ബംഗാൾ കളിച്ചത് 3 മത്സരങ്ങളാണ്. അതിൽ 3ഉം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ലീഗിലെ ആദ്യ മത്സരം തന്നെ ബംഗളൂരു FC-യുമായി പരാജയപ്പെട്ടു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സുമായി 2-1 പരാജയപ്പെട്ടു. ശേഷം അവസാനം കളിച്ച മത്സരം FC ഗോവയുമായി ആയിരുന്നു. അതും പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഈസ്റ്റ് ബംഗാൾ അവസാനമായി കളിച്ച 5 മത്സരങ്ങളിലും, അതായത് ഡൂറന്റ് കപ്പിലെയും AFC ചാമ്പ്യൻസ് ലീഗിലെയും മത്സരങ്ങൾ ഉൾപ്പെടുത്തി 5 മത്സരങ്ങളിലും ആണ് ഇപ്പോൾ തുടർച്ചയായി പരാജയം ഏൽക്കേണ്ടി വന്നത്. ഇതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവരുടെ കോച്ചായിട്ടുള്ള കാർലസ് കുവാഡാട്ടിനെ പുറത്താക്കണമെന്ന് ആരാധകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ കോച്ച് കാർലസ് കുവാഡാട്ട് റിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈസ്റ്റ് ബംഗാൾ തന്നെ ഒഫീഷ്യലി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം. കോച്ചും അതുപോലെ തന്നെ ക്ലബും മ്യൂച്വലി കൈകൊടുത്ത് പിരിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമീപകാലത്തെ മോശം പ്രകടനം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കപ്പ് നേടിക്കൊടുക്കാൻ കാർലസ് കുവാഡാട്ടിന് സാധിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ഡൂറന്റ് കപ്പിന്റെ ഫൈനലിൽ ക്ലബിനെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരും മാനേജ്മെന്റും വലിയ പ്രതീക്ഷയായിരുന്നു കുവാഡ്രാട്ടിൽ ഉണ്ടായിരുന്നത്. സോ ഏതായാലും വരുന്ന ISL മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഹെഡ് കോച്ചായിട്ട് വരാൻ പോകുന്നത് നിലവിലെ ഈസ്റ്റ് ബംഗാളിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിനോ ജോർജ് ആയിരിക്കും. പുതിയ കോച്ചിനെ ക്ലബിലേക്ക് എത്തിക്കുന്നത് വരെ ബിനോ ജോർജ് ആ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യുമെന്ന് കൂടി ഇതിനോടൊപ്പം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ.